അവൻ അവളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കും. അവന്റെ സമ്മതത്തോടെ തന്നെ ഡിവോഴ്സ് നടക്കും. എന്റെ മോനെ കൊണ്ട് ഒരു പണക്കാരിയെ ഞാൻ കെട്ടിക്കും. ഓ മഹാപാപി, ഇതൊക്കെ വേണോ ചന്ദ്രേ? വേണം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി ആ സ്വാമിയെ കണ്ട് ഏലസ് വാങ്ങിയിട്ട് വരാം. അതിന് ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ വരുന്നില്ല, നീ ചെല്ല്. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, നീ കൂടി വരണം. വാ പോവാം. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. ഈ ഡ്രസ്സൊക്കെ മതി. നീ സ്വാമിയുടെ തപസ് കൊടുക്കാനൊന്നും അല്ല പോകുന്നേ, ഏലസ് വാങ്ങാനല്ലേ. വാ. അല്ല, താക്കോൽ ഇവിടെ. വാതില് പൂട്ടണ്ടേ? പൂട്ടണോ? ഓ, എന്തൊരു ചോദ്യ ഭാമ ഇത്. പിന്നെ പൂട്ടണ്ടേ? താക്കോല ഡോറിന്റെ അവിടെ തന്നെ ഉണ്ട്. ആ, വേം വാ. പൂട്ടിട്ട് വാ. ശ്രുതി ഇനി എങ്ങനെ പോവും? അല്ല, ഇനി അവള് പറഞ്ഞതുപോലെ വല്ല കടുങ്കയും കാണിക്കുവോ? ആകെ തകർന്നിരിക്കുവോ അവള്? നീ എന്താ ആലോചിക്കുന്നേ? വാ. അയ്യോ, അയ്യോ, ഞാനിനി എങ്ങനെ പോവാനാ? ഇവിടെ പെട്ടുപോയല്ലോ. മതി മോളെ, മതി. മതി മതി മതി. അല്ല, വർഷ എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? എന്താ വർഷ? എന്താ മോളെ? എന്തോടാ? എന്താ? ഇതെന്താണോ പറ്റി? അവളിനി പ്രഗ്നന്റ് ആയിരിക്കോ? രാത്രി പറഞ്ഞതേ ഉള്ളൂ. ഇവളിനി പ്രഗ്നന്റ് ആയിരിക്കോ? പക്ഷേ എന്തുപറ്റി? ഓക്കെ, ഇനിയിപ്പോ ഭക്ഷണം എങ്ങാനും വയറ്റി പിടിച്ചില്ലാവോ? അതിനവള് ഭക്ഷണം കഴിച്ചില്ലല്ലോ. നീ വാ, വാ. എന്തു പറ്റി? എന്തോ മോളെ ഇരിക്കും മോള്, ഇരിക്കും. വെള്ളം കുടിക്കും. എന്തു പറ്റി? എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ വൊമിറ്റ് ചെയ്തു. ഫുഡ് പോയ്സൺ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇന്നലെ കഴിച്ച ആ ഭക്ഷണത്തിൽ നിന്ന് പറ്റിയതായിരിക്കുള്ളൂ. അല്ല, അതിന് ഇന്നലെ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ? നമുക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അത് പിന്നെ ഇന്നലെ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു, അതാ കുഴപ്പമായെന്ന് തോന്നുന്നു. ആണോ? ആ, എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോണം. ഇവിടെ കൊണ്ട് വേഗം ഡോക്ടറെ കാണിക്കാൻ നോക്കി. വേണ്ടെങ്കിലേ ഹോസ്പിറ്റലൊന്നും പോണ്ട. 2-3 പ്രാവശ്യം ഛർദ്ദിച്ചു എന്നല്ലേ മോള് പറഞ്ഞേ. വേഗം ഡോക്ടറെ കൊണ്ടേ കാണിക്ക്. ചെല്, ഡ്രസ് മാറും. നീ വന്നേ, ഡ്രസ് മാറാം. വേണ്ട, ഭക്ഷണം കഴിച്ചിട്ട്. വേണ്ട, നീ വന്നേ. ഞാനോട് വരണോ? വേണ്ട, അവര് പോയിട്ട് വന്നോളാം മോളെ. വർഷ ഛർദ്ദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കരുതി. അതിനൊക്കെ ഇനി സമയം എടുക്കും മോളെ. അവര് പുതിയ പിള്ളേരല്ലേ, അതെപ്പോ വേണം നോക്കി അവര് തന്നെയല്ലേ തീരുമാനിക്കുന്നേ. ഞാൻ എങ്ങനെ പുറത്തു കിടക്കും? എന്താ ചെയ്യാ? പുറകുവശത്തെ വാതിൽ അകത്തുനിന്ന് തുറക്കാൻ പറ്റുമായിരിക്കും.
ശ്ശേ, ഇതും പൂട്ടിയിരിക്ക. എന്ത് ചെയ്യും? ആന്റി എപ്പോഴാണോ വരിക? ശ്ശോ. ആന്റി അവൻ എന്നിൽ നിന്നും പൂർണ്ണമായിട്ട് അകറ്റാൻ നോക്കുക. സുധിയാണെങ്കിൽ നല്ല ദേഷ്യത്തിലുവാ, എന്നോട് വെറുപ്പുവാ. സുധി എനിക്ക് നഷ്ടപ്പെടുവോ? ചന്ദ്ര പറഞ്ഞതൊക്കെ ശ്രുതി കേട്ടിട്ടുണ്ടാവും. ശ്രുതി അവളിൽ നിന്നും പൂർണ്ണമായി അകലുവോ? അവളെ ഉപേക്ഷിക്കുമെന്ന ഭയം കാണും അവൾക്ക്. അവൾ വല്ല കടുങ്കയും കാണിക്കുവോ? അവൾ എൻ്റെ വീട്ടിൽ കെട്ടിത്തൂങ്ങി ചാവുവോ? തിരികെ ചെല്ലുമ്പോൾ അവളുടെ ശവമായിരിക്കുമോ കാണേണ്ടി വരിക? അയ്യോ, ഇനി ഞാൻ അവിടെ എങ്ങനെ കഴിയും? നീ എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്തോ ഒരു ടെൻഷൻ പോലെ. ഇല്ലില്ല, നിനക്ക് തോന്നിയതാ. ചന്ദ്രേ, നീ ചെന്ന് സ്വാമിയെ കാണ്. ഞാൻ ഈ ഓട്ടെ തിരിച്ച് വീട്ടിലേക്ക് പോവാ. അതെന്ത് പറ്റി? ടോയ്ലറ്റിൽ പോണോ? വീട്ടിലൊന്നും പോണ്ട, ടോയ്ലറ്റ് ഇവിടെ കാണും. എനിക്ക് ടോയ്ലറ്റിലൊന്നും പോണ്ട. 2 ഗസ്റ്റ് വരാന്ന് പറഞ്ഞിരുന്നു, അതാ. അവര് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ? ഇത് നേരത്തെ പറയണ്ടേ? ഏതായാലും വന്നതല്ലേ, സ്വാമിയെ കണ്ടിട്ട് തിരിച്ചു പോയാ മതി. നിങ്ങൾ പോയിക്കോ. ചന്ദ്രേ, വാ ഇങ്ങോട്ട്. സ്വാമി നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടെ? എന്തിനെങ്ങനെ ഇരുന്നുറങ്ങുന്നേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? സ്വാമി ഉറങ്ങുമല്ല, ധ്യാനിക്കുക. ഓ, കണ്ണൂർന്നു. നമസ്കാരം സ്വാമി. നമസ്കാരം. എന്താ വന്നത്? എന്റെ മോനെ ഞാൻ പൊന്നുപോലെ വളർത്തിയത്. അവന് ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. വലിയ വീട്ടിലെ ഒരു കോടീശ്വരിയായ പെണ്ണിനെ കൊണ്ട് അവനെ വിവാഹം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് അവനെ കെട്ടിച്ചു. പക്ഷെ പിന്നീടാ മനസ്സിലായത് അവള് പണക്കാരിയല്ല, ഒരു ദരിദ്രവാസിയാണെന്ന്. ആ പെണ്ണ് ഞങ്ങളെ ചതിച്ചു സ്വാമി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അത് പറ. ആ പെണ്ണിനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. എങ്കിലും അവൾ ഇപ്പോഴും അവന്റെ പുറകെ തന്നെയാ. അവരിനി ഒന്നിച്ച് കഴിയരുത് സ്വാമി. 2 പേരെയും പിരിക്കണം. ഒരമ്മ വന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കരുത്. ഇതിവിടെ പുതിയ കാര്യമൊന്നുമല്ല. അമ്മമാര് വന്ന് മകനെയും അവന്റെ ഭാര്യയെയും പിരിക്കണമെന്ന് പറയും. ഭാര്യമാര് വന്ന് ഭർത്താവിനെയും അവന്റെ അമ്മയെയും പിരിക്കാൻ പറയും. അമ്മമാരും ആൺമക്കളുടെ ഭാര്യമാരുമാണ് ഇവിടെ കൂടുതൽ വരാറ്. സ്വാമി, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ മോനെ മയക്കെടുത്ത് അവളുടെ കൂടെ കൊണ്ടുപോകും. പെട്ടെന്ന് തന്നെ അവര് 2 പേരും പിരിക്കണം.
ഈശ്വരാ. ഈ ഏലസ് അവന്റെ കൈമുട്ടിന് മുകളിൽ വസ്ത്രം ധരിച്ചാൽ മറ്റാരും കാണാത്ത സ്ഥലത്ത്, അതായത് ദാ ഇവിടെ കെട്ടിക്കൊടുക്കണം. ആ നിമിഷം മുതൽ അവൻ അവന്റെ ഭാര്യയെ വെറുക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ രണ്ടുപേരും വേർപിരിയും. ഇത് കെട്ടിയോണ്ട് വേറെ മോശം കാര്യങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നതിനേക്കാൾ വേറെ എന്ത് മോശം നടക്കാനാണ്? ശരി സ്വാമി, വളരെ നന്ദി. നന്ദി മാത്രം പോരല്ലോ. ഓ, അത് ഞാൻ മറന്നു. ഞാൻ മറക്കില്ല. തനിക്കെന്തോ മനപ്രയാസമുള്ളതുപോലെ. മനപ്രയാസം മാറ്റുന്ന ഏലസ് വേണോ? വേണ്ടി വരും സ്വാമി, ഞാൻ പിന്നീട് വന്നേക്കാം. ഇപ്പൊ വേണ്ട. ആമേ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഒന്നുകൂടി വരേണ്ടി വരും. അതെന്തിനാ? ചേച്ചി അവിടെ തിരക്കുണ്ടോ? ഇല്ല, പോയിക്കോ. ആ. നമുക്കേ ഇനി സച്ചിയെ രേവതിയും പിരിക്കാനുള്ള ഏലസൂടി വാങ്ങണം. അതെന്നിട്ട് അവന്റെ കൈ കെട്ടിക്കൊടുക്കണം. അവനെപ്പോ അവളെ വെറുക്കാൻ തുടങ്ങും, ഉപേക്ഷിക്കും. രണ്ടും രണ്ട് വഴിക്കാവും. ചന്ദ്രേ, നമ്മൾ വന്ന ഓട്ടോ വിടണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. നീ ഒരു ഓട്ടോ ബുക്ക് ചെയ്താ. ആ, ശ്രുതിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. അവള് തൂങ്ങിക്കാണുമോ? ദൈവമേ. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇല്ല, അതിനുശേഷം വോമിറ്റ് ചെയ്തില്ലല്ലോ. ഫുഡ് പോയ്സൺ ആയിരിക്കും. ഡോക്ടർക്ക് അതിനുള്ള മെഡിസിൻ എഴുതി തന്നാ പോരെ. ഈ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ എന്തിനാ ചെയ്യുന്നേ? വെറുതെ നമ്മുടെ സമയം കളയാനുള്ള ഓരോരോ ഏർപ്പാട്. ഒരു പേഷ്യന്റിന് കിട്ടിയാൽ മാക്സിമം ഊറ്റിയിട്ടേ വിടൂ. ഇതൊക്കെ കൊണ്ടാ ഞാൻ ഹോസ്പിറ്റലിൽ വരാനായിട്ട് മടിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഡോക്ടറല്ലേ, കാശിന് വേണ്ടി ആയിരിക്കൂല. എത്ര സമയമായി ഇത് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട്. അതെ, ബ്ലഡ് റിപ്പോർട്ട് കിട്ടിയോ? വരൂ. അതെ, നിങ്ങൾ ഇവിടെ നിന്നോ. ബ്ലഡ് റിപ്പോർട്ട് കാണിക്കാനേ ഒരാൾ വന്നാൽ മതി. ശരി, പക്ഷേ ആ, വർഷം ഇരിക്കേ. എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്താ ഡോക്ടർ? ഗുഡ് ന്യൂസ് ആണ് വർഷേ. രണ്ടുപേരോടും ഒരുമിച്ച് പറയാം. സിസ്റ്റർ, ശ്രീകാന്തിനെ വിളിക്കുക. അതെ, ഒരു മിനിറ്റ്. എന്താ ഡോക്ടർ, എന്താ ഗുഡ് ന്യൂസ്? ആദ്യം എന്നോട് പറ. കൺഗ്രാറ്റുലേഷൻസ് വർഷ, താനൊരു അമ്മയാകാൻ പോവുകയാണ്. താൻ പ്രഗ്നന്റ് ആണ്. എന്തു പറ്റി? എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന കാര്യം പറഞ്ഞിട്ടും തന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന കാര്യം പറഞ്ഞിട്ടും തന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? സന്തോഷമില്ലാതിരിക്കോ ഡോക്ടർ? ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അതാ. സന്തോഷായി ഡോക്ടർ, ഒരുപാട് സന്തോഷായി. ശ്രീകാന്തിനെ വിളിക്കുക. വേണ്ട ഡോക്ടർ, ശ്രീകാന്തിനോട് ഇപ്പൊ പറയണ്ട. ഒരു സർപ്രൈസ് കൊടുക്കാൻ ശ്രീകാന്തിന് ഞാൻ പറഞ്ഞോളാം ശ്രീകാന്തിനോട്.
ശരി വർഷേ, ഞാൻ മെഡിസിൻ ഒന്നും എഴുതുന്നില്ല. താനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. ഇവിടെ ഒരു ഡോക്ടർ ശ്രീദേവി ഉണ്ട്, അവരെ കണ്ടാൽ മതി. നല്ല ഡോക്ടറാ. ശരി, കണ്ടോളാം ഡോക്ടർ. താങ്ക് യു. ഹലോ. ആ ആ അതെ, അങ്ങനെ ചെയ്താൽ മതി. ആ ആ പക്ഷേ നീ പോന്നു, നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അത് ഫുഡ് പോയ്സൺ തന്നെയാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ, എന്നാ മെഡിസിൻ വാങ്ങിക്കണ്ടേ? ഏയ് ഇല്ലില്ല, മെഡിസിൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇനി വൊമിറ്റ് ചെയ്താൽ കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടർ 2 ഗുളിക തന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല. വാ പോ വാ. അയ്യോ, ഇതിവനെന്നല്ല ആരും അറിയരുത്. വേദന സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഈ ദുഷ്ടൻ എന്നെ പറ്റിച്ചു. നിങ്ങളുടെ ഒരു ശീലമായിരിക്കണേ. ഓട്ടിക്കല്ലേ? വീട്ടിക്കൊണ്ടിരുന്നേ ഓടരുതോ, അവിടെ നിന്നോളാം. ഇതെന്താടാ, പാർക്കോ? അതെ, ഇനി നമുക്ക് ഊഞ്ഞാലാടാം. നാണം ഉണ്ടോ രണ്ടുപേർക്കും? ചെറിയ പിള്ളേരാണെന്ന വിചാരം. ഡി, നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? ഇല്ലമ്മ. ഡാ, നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ? ഇല്ല, അശോകൻ അങ്കിളുടെ വീട്ടിൽ പോയിരിക്കാം. സുധി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നോ? അദ്ദേഹം വന്നിട്ടില്ല. ഓ, വെറുതെ അല്ല കാർ എടുക്കാതെ ഒരുത്തിന് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഇല്ല, നാണം മാത്രമല്ല, മാനവും ഇല്ല. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഇല്ല, നാണം മാത്രമല്ല, മാനവും ഇല്ല. രണ്ടും കണക്കാ. കണക്കല്ല, ഹിസ്റ്ററിയാ, ഹിസ്റ്ററി. ഒരു കാര്യം പറയട്ടെ, നിൽക്കുന്നു ഇതുപോലൊരു പെൺകോന്തൻ. രണ്ടിന്റെ സന്തോഷം കണ്ടില്ലേ? ജീവിതം ആഘോഷിക്കുക. ഒരേലസ് നിനക്ക് ഞാൻ കെട്ടിത്തരുന്നുണ്ടടാ. അന്ന് നീ അവളെ വെറുക്കാൻ തുടങ്ങും. നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചു പോവും. കാണിച്ചു തരാടാ, കാണിച്ചു തരാം. ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണേ. സുധി വരട്ടെ. ഏലസ് കെട്ടിക്കൊടുക്കണം. അതോടെ ശ്രുതി അവൻ വെറുത്തു തുടങ്ങും. ആ കള്ളി എന്റെ മോനിൽ നിന്ന് അകന്നു പോവും. അവളെ ഡിവോഴ്സ് ചെയ്ത് പണക്കാരിയായൊരു പെണ്ണിനെ എന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. മലേഷ്യന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച ഭാഗ്യം ആ പെണ്ണ് കൊണ്ടുവന്നോളും.
എടുത്ത് ഇവിടെ നിൽക്കായിരുന്നോ? ഞങ്ങൾ ഇന്ന് അവിടെ തപ്പി. എടാ ഡോക്ടർ എന്ത് പറഞ്ഞു? ഫുഡ് പോയ്സൺ തന്നെയാണോ? ആ അതെ. ആ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ ഇല്ല എടുത്തി, കുഴപ്പമൊന്നുമില്ല. വർഷേ എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? ഏയ് ഒന്നുമില്ല, അത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. വർഷേ എന്തു പറ്റിയടാ അവക്ക്? വല്ലാതിരിക്കുന്നല്ലോ. ഇവിടുന്ന് പോകുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എനിക്കറിയില്ല എടുത്തി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഇങ്ങനെയാ. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ടെൻഷൻ മാറും, സന്തോഷാവും. ഇതിപ്പോ നേരെ ഓപ്പോസിറ്റാ. എടാ അതിനിടയിൽ ചിലപ്പോൾ സ്റ്റുഡിയോ എങ്ങാനും വിളിച്ചു കാണും. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അവളെ സ്റ്റുഡിയോ ഒന്നും വിളിച്ചിട്ടില്ല എടുത്തി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ആ എന്തായാലും നീ അത് വിട്, അത് ശരിയായിക്കോളും. നിനക്ക് വിശക്കുന്നില്ലേ? വന്ന് എന്തേലും കഴിക്കുക, പിന്നെ അവളെയും കൂടെ വിളിക്കുക, കഴിക്കാം. എനിക്കിപ്പോ ഒന്നും വേണ്ട എടുത്തി, റെസ്റ്റോറൻറ്റിൽ പോകണം. അവിടെ നിന്ന് വിളിച്ചിരുന്നു. അല്ല അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നല്ലോ സച്ചേട്ടൻ. പിന്നെന്തിനാ ഇതും എടുത്തോണ്ട് വന്ന്? നിന്റെ കൈ കാണിക്ക്, ഞാൻ കെട്ടിത്തരാം. അയ്യോ വേണ്ട. ഈ ചില സ്വാമിമാരെ ജപിച്ചിരുന്ന എലസിനുണ്ടല്ലോ, ഭയങ്കര ശക്തി ഉണ്ടെന്ന അമ്മയുടെ വിശ്വാസം. ഇത് നല്ല ഉദ്ദേശത്തോടെ ജപിച്ച് വാങ്ങിയത് തന്നെയല്ലേ? അച്ഛാ, നല്ല ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും ഇത് വാങ്ങിയത്. അത്രയും പ്രിയപ്പെട്ട ഒരാൾക്ക് വാങ്ങുമ്പോൾ നല്ല ഉദ്ദേശത്തോടെ തന്നെയായിരിക്കുമല്ലേ വാങ്ങിയിട്ടുണ്ടാവുക. അവൻ അവന്റെ അമ്മയോട് വെറുപ്പ് തോന്നും. നിന്റെ വാശി എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞ അനുസരിച്ചോ? ഇല്ലെങ്കിൽ ആഹാ ഇല്ലെങ്കി ഈ എലസ് ആന്റിയുടെ കൊണ്ടേ കൊടുക്ക്. ഇതൊരു ചതി കേട്ടോ, എന്നെ കൊണ്ടെങ്കിലും പറ്റില്ല.